ഏവർക്കും നമസ്കാരം. സ്ത്രീകളുടെ ശബരിമല എന്നു പേരെടുത്ത് ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല ഇടാൻ ഏവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യൂ. പ്രധാന അറിയിപ്പുകൾ. ഒരു തവണ ഉപയോഗിച്ച് കളയുന്ന പ്ലാസ്റ്റിക് കവറുകളും പേപ്പറുകളും കുപ്പികളും തീർച്ചയായും ഒഴിവാക്കുക. ഭക്ഷണ സാധനങ്ങളും വെള്ളവും വേസ്റ്റാക്കാതെയും വഴിയിൽ വലിച്ചെറിയാതെയും ഇരിക്കുക. ആപത്തുകളിൽ നിന്നും രക്ഷ നേടുന്നതിനും ആഗ്രഹങ്ങൾ സഫലമാക്കാനും വേണ്ടിയാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടുന്നത്. പുതിയ മൺകലത്തിൽ വേണം ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടേണ്ടത്. അതാണ് ആറ്റുകാലമ്മയ്ക്ക് കൂടുതൽ പ്രിയം എന്നാണ് വിശ്വാസം. മണ്ടപുട്ട്, പായസം, കടും പായസം, പാൽപ്പായസം, പഞ്ചസാര പായസം ഇവയൊക്കെ തന്നെ ദേവിയുടെ ഇഷ്ടനിവേദ്യങ്ങളാണ്. തലയുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ മാറുന്നതിനും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടുന്നതിനും വേണ്ടിയാണ് ദേവിക്കു മണ്ടപുട്ട് സമർപ്പിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല നേർച്ചയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഭവമാണ് തെരളിയപ്പം. ഇത് കുമ്പിളപ്പം, വയനയപ്പം എന്നൊക്കെ പറയാറുണ്ട്. ദേവീദേവന്മാർ എല്ലാവർക്കും ഇഷ്ടവിഭവമാണ് തെരളി എന്നാണ് വിശ്വാസം. തെരളിയപ്പം ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കുന്നതിലൂടെ കാര്യസിദ്ധിയുണ്ടാകും എന്നാണ് സങ്കല്പം. ഭക്തിയും വ്രതശുദ്ധിയുമാണ് പൊങ്കാല സമർപ്പണത്തിലെ ഏറ്റവും പുണ്യം. സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം നോക്കി കാപ്പ് കെട്ടുന്ന ദിവസം മുതൽ വ്രതമെടുക്കാവുന്നതാണ്. അതിന് സാധിക്കാത്തവർക്ക് 7, 5 അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് തലേദിവസം മുതൽ അവരവരുടെ ഇഷ്ടപ്രകാരം വ്രതം തുടങ്ങാവുന്നതാണ്. വ്രതം നോക്കുമ്പോൾ സാധാരണ പോലെ നോൺ വെജ്, ലഹരി വസ്തുക്കൾ ഒന്നും പാടില്ല. ബ്രഹ്മചര്യവും പാലിക്കേണ്ടതാണ്. വ്രതം മുതൽ എല്ലാ ദിവസവും രാവിലെയും സന്ധ്യയ്ക്കും ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. 2 നേരം ക്ഷേത്രദർശനം നടത്താൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും ക്ഷേത്രദർശനം നടത്തേണ്ടതാണ്. പുലയും വാലായ്മയുമുള്ളവർ പൊങ്കാലയിടാൻ പാടില്ല. ക്ഷേത്ര പരിസരത്തു അല്ലെങ്കിൽ പൊങ്കാലയിടുന്ന പരിസരത്ത് ഇവർ പോകാൻ പാടില്ല എന്നാണ് വിശ്വാസം. പ്രസവത്തിന് ശേഷം കുഞ്ഞിന്റെ ചോറൂണിന് ശേഷം പൊങ്കാലയിടാവുന്നതാണ്. ഗർഭിണികൾ 7 മാസം കഴിഞ്ഞാൽ പൊങ്കാലയിടാനോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ പാടില്ല. കഴിവതും 5 മാസം കഴിഞ്ഞാൽ പൊങ്കാലയിടുന്നത് വേണ്ട. അതാണ് ഉചിതം. ആറ്റുകാൽ അമ്മയ്ക്ക് ജാതിയും മതവുമില്ല. ഭക്തിയാണ് പ്രധാനം. ആർക്കും പൊങ്കാലയിടാം. പുരുഷന്മാർ പൊങ്കാലയിടുന്നത് യാതൊരുവിധ തെറ്റുമില്ല. പണ്ടുകാലത്ത് പുരുഷന്മാർ പൊങ്കാലയിട്ടിരുന്നു. അപൂർവം ഇപ്പോഴും തുടരുന്നു. മംഗള പൊങ്കാല എന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പുതിയ മൺകലം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ദേവീ സവിധത്തിൽ ആത്മസമർപ്പണം ചെയ്യുന്നതിന്റെ പ്രതീകമായിട്ടാണ് പുത്തൻ മൺകലത്തിലെ പൊങ്കാല. മണ്ണ് ശരീരത്തെയും കലം താഴികക്കുടത്തെയും സൂചിപ്പിക്കുന്നു. ശരീരമാകുന്ന കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് മൺകലം തന്നെ വേണമെന്ന് പറയുന്നത്. ഞാൻ എന്ന ഭാവം നിശേഷം കളഞ്ഞ് ആത്മസമർപ്പണം നടത്തുന്നതിന്റെ പ്രതീകമായിട്ടാണ് കലത്തിനടിയിൽ തീ കൂട്ടുന്നത്. പൊങ്കാല ദിനത്തിൽ അമ്മയെ കണ്ട് വണങ്ങിയാൽ അഷ്ടൈശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം. പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകുന്നത്, ശർക്കര ഒരുക്കുന്നതുമൊക്കെ പൊങ്കാല സമയത്തിന് അടുത്തായി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. തലേ ദിവസം തന്നെ ഇതൊന്നും ചെയ്തു വയ്ക്കാൻ പാടില്ല. പൊങ്കാല ദിവസം രാവിലെ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. പൊങ്കാലയ്ക്ക് അടുപ്പ് തയ്യാറാക്കി വെച്ചതിന് ശേഷം അടുപ്പ് കത്തിക്കുന്നതിന് മുൻപായിട്ട് മറ്റു ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല. പൂർണ്ണമായും ദേവിയിൽ മനസ്സ് സമർപ്പിക്കണം. ദേവിക്ക് നിവേദ്യം സമർപ്പിക്കുന്നതുവരെയും ദേവിയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ദേവീസ്മരണയിൽ കഴിയണം. പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ സർവമംഗളങ്ങൾക്കുമായി ദേവിയെ സങ്കൽപ്പിച്ച് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ നമോസ്തുതേ എന്നു ജപിച്ച് അടുപ്പ് കത്തിക്കാം. തുടർന്ന് ഇഷ്ടമുള്ള ദേവീമന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ലളിതാ സഹസ്രനാമം പോലെയുള്ള മന്ത്രങ്ങൾ. അരി അടുപ്പിലേക്കിടുമ്പോൾ ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദേവീനാമങ്ങൾ ചൊല്ലിക്കൊണ്ടു വേണം ഇടാൻ. പൊങ്കാല തിളച്ചു പുറത്തേക്ക് മറിയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പൊങ്കാല ഓരോ ദിക്കിലേക്കും തിളച്ചു തൂവുന്നത് ദിക്കനുസരിച്ച് അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു. കിഴക്കോട്ട് തിളച്ചു മറിഞ്ഞാൽ ഇഷ്ടകാര്യസാധ്യം. വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് തിളച്ചു മറിഞ്ഞാൽ കാര്യം നടക്കാൻ ഒരു അല്പം താമസം നേരിടുമെന്നും തെക്കുവശം തിളച്ചു മറിഞ്ഞാൽ പ്രാർത്ഥനയും പൂജയും ദിനവും മുടങ്ങാതെ നടത്തണമെന്നുമാണ് വിശ്വാസം. പൊങ്കാല തിളച്ച ശേഷം ആഹാരം കഴിക്കുന്നതാണ് നല്ലത്. പൊങ്കാലയിടുന്ന ആളുടെ ആരോഗ്യത്തിന് അനുസരിച്ച് വേണം ഇത് ചെയ്യേണ്ടത്. ജലപാനം പോലും നടത്താതെ പൊങ്കാലയിടുന്നവർ അവരുടെ ആരോഗ്യസ്ഥിതി കൂടെ നോക്കേണ്ടതാണ്. ആത്മീയ സംതൃപ്തിയും അമ്മയ്ക്കുള്ള സമർപ്പണവുമായിട്ടാണ് പൊങ്കാലയിടുന്നത്. വീട്ടിൽ പൊങ്കാലയിടുന്നവർ നിലവിളക്ക് കൊളുത്തി അതിനു മുന്നിൽ പൊങ്കാല നടാവുന്നതാണ്.
ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ പൊങ്കാലയിടുന്നവർ നിലവിളക്ക് കൊളുത്തിവെക്കേണ്ട ആവശ്യമില്ല. പൊങ്കാല ദിവസമല്ലാതെയും ആറ്റുകാൽ പൊങ്കാലയിടാം. പക്ഷേ മറ്റുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിലിടുന്ന പൊങ്കാല നേരിട്ട് ദേവിക്ക് സമർപ്പിക്കാൻ സാധിക്കില്ല. പൊങ്കാല ദിവസം നമുക്ക് നേരിട്ട് ദേവിക്ക് നിവേദ്യം സമർപ്പിക്കാൻ സാധിക്കും. 101 കലം പൊങ്കാല. എല്ലാ കലത്തിലും ഒരേ സമയം തീ കൊളുത്താൻ സാധിക്കില്ല. 101 കലം പൊങ്കാലയിടുമ്പോൾ പ്രധാന കലത്തിൽ ആദ്യം തന്നെ സമയത്ത് തീ കൊളുത്തിയാൽ മതിയാകും. അതിനുശേഷം ബാക്കിയുള്ള കാലങ്ങളിലും തീ കത്തിച്ചാൽ മതി. പൊങ്കാലയിടുമ്പോൾ ഒരേ സമയം തീ കത്തിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും നിവേദ്യം ഒന്നിച്ച് സമർപ്പിക്കാം. പൊങ്കാലയോടൊപ്പം വെള്ള നിവേദ്യം, മണ്ടപ്പുറ്റ്, പാൽപ്പായസം, പഞ്ചാര പായസം, തെരളി എന്നിവയാണ് നിവേദിക്കുന്നത്. ഇവയുടെ കൂടെ അർപ്പിക്കുന്ന നിവേദ്യങ്ങൾ ഭക്തരുടെ ഇഷ്ടമാണ് പ്രധാനം. ഇഷ്ടമുള്ള ഏതൊരു നിവേദ്യവും പൊങ്കാല നിവേദ്യത്തോടൊപ്പം സമർപ്പിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോയി പൊങ്കാല സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് സ്വന്തം വീട്ടിൽ തന്നെ വിശുദ്ധിയോടും ഭക്തിയോടും കൂടി പൊങ്കാല സമർപ്പിക്കുമ്പോൾ അത് ആ വീട്ടിനും ആ വീട്ടിൽ താമസിക്കുന്നവർക്കും എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. പൊങ്കാലയ്ക്ക് ശേഷം ആ ഭാഗത്തുള്ള ഏതെങ്കിലും സംഘടനകൾ നൽകുന്ന അന്നദാനം സ്വീകരിക്കാവുന്നതാണ്. എല്ലായിടത്തും വെള്ളവും ഭക്ഷണവും സംഘടനകൾ ഏറ്റെടുത്ത് ഭക്തർക്ക് നൽകുകയാണ് ചെയ്യാറുള്ളത്. ധനധാന്യ സമൃദ്ധിയും സമാധാനവും സന്താനഭാഗ്യവുമാണ് പൊങ്കാലയുടെ ഇതര ഫലങ്ങൾ. ഒരിക്കൽ ഉപയോഗിച്ച പാത്രം പൊങ്കാലയ്ക്ക് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൊങ്കാലയിട്ട കലം വീട്ടിൽ പാചകത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പൊങ്കാല ചോറ് ബാക്കി വരാതെ നോക്കണം. ഒരിക്കലും പൊങ്കാല ചോറ് പാഴാക്കി കളയാൻ പാടില്ല. ചാലുകളിൽ കളയുക, കുഴിച്ചിടുക എന്നിവ ചെയ്യരുത്. പൊങ്കാലച്ചോറ് അധികമായാൽ ഒന്നുകിൽ ഒഴുകുന്ന വെള്ളത്തിൽ മീനുകൾക്ക് ഭക്ഷണത്തിനായി നൽകുക, അല്ലെങ്കിൽ പശുവിന് കൊടുക്കാവുന്നതാണ്. പൊങ്കാലയ്ക്ക് പുതിയ വസ്ത്രം ധരിക്കണമെന്ന് പലർക്കും സംശയമുണ്ട്. ഉള്ളവർക്ക് പുതിയ വസ്ത്രം അതിന് സാധിക്കാത്ത പക്ഷം അലക്കിയ ശുദ്ധമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. അമ്മേ ശരണം, ദേവീ ശരണം.